നിങ്ങളിന്നിങ്ങനെ ഇടങ്ങേറാക്കല്ലേ. നോമ്പാണ്, പൊരി വെയിലും. നോമ്പ് നോറ്റുള്ള ഇടങ്ങേറ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. 13 വർഷങ്ങൾക്ക് മുൻപ് വളാഞ്ചേരിയിൽ ഹോം ഗാർഡായി സേവനമനുഷ്ഠിക്കുന്ന ഷാജിയേട്ടനോട് ഒരു യാത്രക്കാരൻ പറഞ്ഞതാണിത്. നമസ്കാരം, മുഹ്സിനാണ്. 2010 വളാഞ്ചേരിയിൽ ഹോം ഗാർഡായി സേവനമനുഷ്ഠിക്കുന്ന കൊട്ടാരം സ്വദേശി ഷാജിയേട്ടനോട് ഒരു യാത്രക്കാരൻ ചോദിച്ചതാണ് ഈ വാക്ക്. ആ വാക്കേറ്റെടുത്ത് റംസാൻ മാസത്തിലെ നോമ്പ് ഇത്ര പ്രയാസമുള്ളതാണോ എന്നറിയാൻ ഷാജിയേട്ടനും നോമ്പെടുത്തു തുടങ്ങി. ആ നോമ്പെടുപ്പ് പിന്നീട് നീണ്ട 13 വർഷക്കാലം ഷാജിയേട്ടൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു. ആ കഥ കേൾക്കാം നമുക്ക് ഷാജിയേട്ടനിലൂടെ തന്നെ. ഞാനേ 2010 ഇവിടെ വന്നതാണ് ഈ ഹോം ഗാർഡായിട്ട് ജോലി ചെയ്യുന്നത്. ഞാനൊരു 13-14 തുടങ്ങിയതാണ്. കുഴപ്പമില്ലാതെ ഇങ്ങനെ പോണു. ഇതുവരെ പ്രചോദനമൊന്നുമില്ല. നമ്മളിവിടെ ഡ്യൂട്ടി നിൽക്കുമ്പോൾ ഡ്യൂട്ടിക്ക് നിൽക്കുമ്പോൾ ആ റഷ് സമയത്ത് വരുമ്പോൾ ആൾക്കാർ നമ്മൾ വരാൻ നമ്മൾ നോമ്പ് നോറ്റിട്ടാണ് ഈ വരുന്നത്. നിങ്ങൾക്ക് നമ്മളെ ബുദ്ധിമുട്ടറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കും തോന്നി അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയണ്ട. അപ്പം ഞാനും പിന്നെ പറയാൻ തുടങ്ങിയവരോട് ഞാനും നോമ്പിട്ട് നിൽക്കണം, നിങ്ങൾ അങ്ങനെ പറയരുത്, അത് ഇതുമായിട്ട് കൂട്ടിക്കലർക്കരുത് എന്ന് ഞാൻ പറയാറുണ്ട്. ആ ബുദ്ധിമുട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നോമ്പ് വെച്ച് തുടങ്ങി ജീവിതത്തിന്റെ ഭാഗമായി. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ റമളാൻ മാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി തോന്നുന്നതാണ് നോമ്പ് വരാറായല്ലോ. ആ നോമ്പ് നോക്കിയിട്ട് ശരീരത്തിന് എന്തൊക്കെ നമ്മൾ നല്ല റിലാക്സ് ഉണ്ട്. പിന്നെ ആദ്യത്തെ 1-2 ദിവസം ഒരു ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ ഓട്ടോമാറ്റിക്കലി അതിലുണ്ട് അലിഞ്ഞു ചേരും. അപ്പം ഞാനൊക്കെ ഒരു ദിവസം 4-5 ചായ കുടിക്കുന്ന ആളാണ്. എനിക്ക് ആ സമയമാകുമ്പോൾ ചായ കുടിക്കാനേ തോന്നാറില്ല. രാവിലെയും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്താണ് വീട്ടിൽ നിന്നൊക്കെയുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? വീട്ടിൽ നിന്ന് സപ്പോർട്ടില്ലാതെ അത് വിജയിക്കാൻ. ഞാനിപ്പോൾ മാക്സിമം എനിക്ക് ഇവിടെ സെക്കൻഡ് ടേൺ ആയിരിക്കും ഡ്യൂട്ടി വരിക. അപ്പം ഞാൻ അങ്ങാടി തന്നെയാണ് എൻ്റെ നോമ്പ് തുറ. ഞാനിതായി അവിടുന്ന് ഒരു വെള്ളവും ഒരു കാരക്കും കഴിക്കും, അവിടുന്ന് ഒരു തരിക്കഞ്ഞും കുടിക്കും, അമ്പികയിൽ ഒരു ചായ 2 ദോശ. നമ്മൾ നോമ്പ് തുടങ്ങി. വീട്ടിൽ ആദ്യം മോനും മോളൊക്കെ എടുത്തിരുന്നു. ഇപ്പോൾ ഒരു മോള് കല്യാണം കഴിഞ്ഞ് പോയി. പിന്നെ വൈഫിനാണെങ്കിൽ സുഖമില്ല, കുഴപ്പമൊന്നുമില്ല.